ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സോ ആവറേജ് മാർക്ക് മേടിച്ചിരുന്ന കുട്ടികൾക്ക് എങ്ങനെ ടോപ്പർ ആവാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങളെ ഒത്തിരി ബോറടിപ്പിക്കുന്നതിന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഫോക്കസ് ആണ്. അതായത് നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിന് നന്നായിട്ട് ശ്രദ്ധ വേണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ പറഞ്ഞു തരികയാണ്, ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് അതൊന്നും കയറില്ല. നിങ്ങളുടെ ബ്രെയിനിൽ അധികം നാളൊന്നും നിങ്ങൾ പഠിച്ചൊന്നും നിൽക്കില്ല. അപ്പോൾ അതാണ് ഫോക്കസിനെ പറ്റി എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാവുന്നതാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ അക്ഷരത്തിൽ നിങ്ങളുടെ വാക്കുകളിൽ ചുരുക്കി എന്ത് ചെയ്യുക, ഒരു സ്റ്റിക്കി നോട്ടിൽ പലതരം നോട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പം അതിലെന്ത് ചെയ്യുക, എഴുതിയിട്ട് നിങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ അതിൽക്കൂടെ ഇപ്പോൾ ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അറിയാതെ പോലും നമ്മൾ അതൊന്ന് വായിക്കുകയോ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളത് കൂടുതൽ നമ്മുടെ മൈൻഡിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് കൂടുതൽ നമ്മുടെ ഡൗട്ട്സൊക്കെ അതിലേന്ന് ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാവും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മശക്തി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ടോപ്പേഴ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നേരത്തെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, 3 ദിവസം കൂടുമ്പോൾ അവർ വീണ്ടും റിവൈസ് ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ മറവി മാറ്റിയെടുക്കാം. കൂടുതൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആകുന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. അപ്പം പരമാവധി കുട്ടികളും രാവിലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൂടുതലും പേരും ചെയ്യുന്ന കാര്യമാണ് ഉറക്കമുളച്ച് പഠിക്കുക എന്നുള്ളത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, സ്മാർട്ട് വർക്ക് ചെയ്താലാണ് നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചത് കയറത്തുള്ളൂ. അതുകൂടാതെ നമ്മൾ പരമാവധി 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക എന്നതാവണം. അതുകൂടാതെ പരീക്ഷയുടെ തലേ ദിവസം തന്നെ പഠിക്കാനായിട്ട് ആര് ശ്രമിച്ചാലും അത് നമ്മുടെ മൈൻഡിലോട്ട് കയറില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ ടൈം ടേബിൾ കിട്ടും മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പരമാവധി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇപ്പോൾ വലിയൊരു പാരഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ വേർഡ്സിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ചുരുക്കി എഴുതി പഠിക്കാൻ ശ്രമിക്കുക. കൂടുതലും എഴുതി പഠിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിനുള്ള ഗുണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.